عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിൽ അടുത്തതായി നമ്മൾ വായിക്കുന്ന അധ്യായം ബാബു തർക്കിൽ ജഹ്രി ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ഇതിന് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. ബാബു തർക്കിൽ ജഹ്രി ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഉച്ചത്തിലാക്കുന്നത് ഉപേക്ഷിക്കുന്ന അധ്യായം എന്നതാണ് ഇതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ തൊട്ടു മുമ്പിലുള്ള അധ്യായത്തിൽ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തൊട്ടു മുമ്പിലത്തെ അധ്യായം ബാബുൽ ഖിറാഅത്തി ഫിസ്സല എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതും അതിൻ്റെ ഹുക്മും പറഞ്ഞു. അതിനുശേഷമുള്ള മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതിൻ്റെ രീതിയും അതിൻ്റെ മറ്റു വിധിവിലക്കുകളും പറഞ്ഞു. അതിനുശേഷം തൊട്ടടുത്ത അധ്യായത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നിസ്കാരത്തിൽ ഉറക്കെ ഓതുന്നതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഥവാ അദ്ദേഹം അതിൻ്റെ വിധി തന്നെ അധ്യായത്തിലൂടെ പറയുകയുണ്ടായി. തർക്കുൽ ജഹർ ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉച്ചത്തിലാക്കുന്നത് ഉപേക്ഷിക്കുക. ഓതാൻ പാടില്ല എന്നുള്ളതല്ല, ഉച്ചത്തിലാക്കുന്നത് ഉപേക്ഷിക്കുക എന്നതാണ് ഇതിന് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിനെ ചുരുക്കി പറയുന്നത് ബസ്മല എന്നാണ്. ബസ്മല എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതും ഉച്ചത്തിൽ ഓതണം എന്ന അഭിപ്രായക്കാരെ കാണാൻ സാധിക്കും. അഥവാ ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ മഗ്രിബിൽ, ഇശായിൽ, ഫജ്റിൽ, ഈ നിസ്കാരങ്ങളിൽ ഫാത്തിഹ അതുപോലെ മറ്റു സൂറത്തും ഉച്ചത്തിലാണ് ഓതുന്നത്. അതുകൊണ്ട് ആ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഫാത്തിഹ ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതും ഉച്ചത്തിൽ ഓതണം. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടതാണ് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നതും അതുപോലെ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഒരു ആയത്തല്ല. സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഒരു ആയത്തല്ല, മറിച്ച് അത് ഖുർആനിൽ ഒരു ആയത്ത് തന്നെയാണ്. പക്ഷെ അത് ഓരോ സൂറത്തിനും മുമ്പുള്ളതുപോലെ തന്നെ സൂറത്തു തൗബ മാറ്റി നിർത്തിയാൽ ബാക്കി 113 സൂറത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു ആയത്ത് മാത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഫാത്തിഹയിൽ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. എന്നാൽ എല്ലാ പണ്ഡിതന്മാർക്കിടയിലും ഏകാഭിപ്രായമാണ് ഫാത്തിഹയിൽ 7 ആയത്താണുള്ളത് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അത് സബഉൽ മസാനി എന്നുള്ളത് ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 എന്നുള്ളത് അത് സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളാണ് എന്ന് ഹദീസിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഹദീസിൽ എവിടെയാണ് ഫാത്തിഹയിലുള്ള ആയത്തുകൾ അതിൻ്റെ നമ്പർ ഇടുന്നിടത്താണ് പിന്നീട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ മുസ്ഹഫുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് 1-ാമത്തെ ആയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നത് അത് ആ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരായിരിക്കണം ആദ്യമായി ഉസ്മാനി ഖിറാഅത്ത് ആ രൂപത്തിലുള്ള ഖത്ത് രൂപത്തിൽ എഴുതുന്ന സമയത്ത് അവരായിരിക്കണം ഇത് ആദ്യമായി ആരംഭിച്ചിട്ടുണ്ടാവുക. പിന്നീട് ബാക്കിയുള്ള ആളുകൾ അതിനെ പിൻപറ്റിയിട്ടുള്ളതാണ്. കാരണം മുൻഗാമികൾക്കിടയിലേക്ക് തന്നെ ഇത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മുൻപേ ഉള്ള ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിലുള്ള ആയത്താണ് എന്ന് സ്വീകരിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിന് 1 എന്ന് നമ്പർ ഇട്ടു. പിന്നീട് ശേഷക്കാരായിട്ട് അതിനെ റീപ്രിന്റ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ, അതിനെ കൈ എഴുത്ത് അതുപോലെ എഴുതുന്ന ആളുകളെല്ലാം തന്നെ അതിനെ അപ്രകാരം തന്നെ പിന്തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഖുർആനിന്റെ വിഷയത്തിൽ അവർ ഒരു ഹുർമത്ത്, ഒരു പവിത്രത എപ്പോഴും കൽപ്പിക്കാറുണ്ട്. തോന്നുന്നത് പോലെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന ലിപികളിൽ ഖുർആൻ എഴുതുകയില്ല, മറിച്ച് ഖുർആനിന് അംഗീകരിക്കപ്പെട്ട ചില കായികകളുണ്ട്, ആ രൂപത്തിൽ എഴുതുകയുള്ളൂ. അറബി ഭാഷാ നിയമപ്രകാരം നമ്മൾ പഠിക്കുന്നതല്ലാത്ത അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കായികകൾ അതിലുണ്ട്. പല കാര്യങ്ങൾ എഴുതുന്ന സമയത്തും അതിന് നിയമം പഠിച്ചിട്ടുള്ളവർക്ക് ഖുർആനിലേക്ക് നോക്കിയാൽ
ഖുർആനിന് പ്രത്യേകമായ എഴുത്താണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് അതിലൊരു കൈവക്കൽ പിന്നീടുള്ള ആളുകൾ ആരും ചെയ്തിട്ടില്ല. എന്നാൽ അങ്ങനെ ഉള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒന്നാമത്തെ ആയത്തായിട്ട് എഴുതാത്തതായ മുസ്ഹഫുകളും പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. ശരി, ആയത്തുകളുടെ എണ്ണം അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാറ്റി നിർത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഒന്നാമതായിട്ടും റഹ്മാനിർ റഹീം എന്നുള്ളത് രണ്ടാമതായിട്ടും മാലികി യൗമിദ്ദീൻ എന്നുള്ളത് മൂന്നാമതായിട്ടും ആണ് പരിഗണിക്കുന്നത്. ഈ 3 ആയത്തുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 ആയത്തുകളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സർവ്വസ്തുതിയും അർപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ വിശേഷണം പറയുകയാണ് റഹ്മാൻ റഹീം. ആ റബ്ബ് അവൻ റഹ്മാനും റഹീമുമാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനും അങ്ങേയറ്റം കരുണ നിറഞ്ഞവനും അത് അടിമകളിലേക്ക് ചൊരിയുന്നവനുമാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൽ അതിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നീട് പറയുന്ന ആയത്ത്, 4-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അത് അള്ളാഹുവിനും അടിമകൾക്കിടയിലും ഭാഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം, ഇബാദത്ത് അള്ളാഹുവിനാണ്. വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം. പിന്നീട് വരുന്ന 3 ആയത്തുകൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. ഈ 3 ആയത്തുകളും അടിമകളുടെ വിശേഷണവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ടതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ്. 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ഖുദ്സിയായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖസംതു സ്സലാത ബൈനി വ ബൈന അബ്ദി. അസ്സല എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഫാത്തിഹയാണ്. അപ്പോൾ ഫാത്തിഹയെ എനിക്കും എൻ്റെ അടിമകൾക്കിടയിലും എൻ്റെ അടിമക്കിടയിലും ഭാഗിച്ചിരിക്കുന്നു. വലി അബ്ദി മാസാൻ, എൻ്റെ അടിമ എന്താണോ ഫാത്തിഹയിലൂടെ ചോദിക്കുന്നത് അത് അവനുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൈദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരടിമ അവന്റെ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് അല്ലാഹു നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. വഇദാ ഖാല റഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു തആല പറയും, ഖാല അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ ഒന്നുകൂടി പുകഴ്ത്തിയിരിക്കുന്നു, ഒന്നുകൂടി എന്നെ അടിമ പുകഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു തആല പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. ഔ ഖാല ഫവ്വദ ഇലയ്യ അബ്ദി, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളെല്ലാം എന്നിൽ തിരിച്ചിരിക്കുന്നു, എന്നിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമകൾക്കും ഇടയിലുള്ള കാര്യമാണ്. വലി അബ്ദി മാസാൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന കാര്യം ഫൈദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ ഫഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. വലി അബ്ദി മാസാൽ, അവൻ ചോദിക്കുന്ന കാര്യം അവനുണ്ട് എന്ന് അല്ലാഹു തആല പറയുമെന്ന്. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഖുദ്സിയായ ഹദീസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ പരാമർശമില്ല. വഇദാ ഖാല അബ്ദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഭിപ്രായ വ്യത്യാസം അത് ആയത്താണ് എന്ന് പറയുന്ന ആളുകൾക്ക് അടുത്ത് ആരെങ്കിലും മറന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിട്ടുപോയാൽ അവന് നിസ്കാരം ബാത്തിലായി തീരും. കാരണം ഫാത്തിഹയിലെ ഒരായത്താണ് അവൻ നഷ്ടപ്പെടുത്തിയത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഫാത്തിഹയിലെ ഒരായത്ത് നഷ്ടപ്പെടുത്തുക, അതല്ലെങ്കിൽ അതിലൊരു ഹർഫ് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിക്കുക, ഇത് തന്നെ നിസ്കാരം ബാത്തിലാകാൻ മതി. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ആയത്തായി പരിഗണിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ അത് ഓതൽ നിർബന്ധമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് അത് ഓതൽ മുസ്തഹബാണ്, വളരെ കൂലി കിട്ടുന്ന കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്, അത് നിർബന്ധമാണ് എന്ന് പറയുന്നില്ല. കാരണം ഫാത്തിഹയിലെ ആയത്തല്ല. നിസ്കാരത്തിൽ ഫാത്തിഹ റുക്നാണ് എന്ന് പറയുമ്പോൾ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നില്ല, മറിച്ച് അത് വളരെ പുണ്യകരമായ ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇനി ഹദീസിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള നിസ്കാരത്തിൽ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ ഓതാതിരിക്കുകയാണോ വേണ്ടത്, അതല്ല അത് ഓതാൻ വല്ല തെളിവുമുണ്ടോ എന്നതാണ് നമ്മൾ അടുത്ത ഈ ഹദീസിലൂടെ പഠിക്കുന്ന വിഷയം. ഈ അധ്യായത്തിൽ
2-3 റിവായത്തിലൂടെ ഒരൊറ്റ ഹദീസ് നമ്പറിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആ ഹദീസ് വായിക്കാം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസ് റിവായത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ 10ഓളം വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ കാനു യസ്തഫ്തിഹൂന അസ്സലാത ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അദ്ദേഹം ഇവരുടെ എല്ലാം പുറകിൽ ജമാഅത്തായി മഅ്മൂമായി നിസ്കരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിസ്കരിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിലും നിസ്കരിച്ചിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിലും നിസ്കരിച്ചിട്ടുണ്ട്. അത് അടുത്ത റിവായത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, അതുപോലെ തന്നെ ഉമർ, ഇവരെല്ലാവരുമായിരുന്നു യസ്തഫ്തിഹൂന അസ്സലാ, അവർ അവരുടെ നിസ്കാരം ആരംഭിച്ചിരുന്നത്, തുടങ്ങിയിരുന്നത് ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിക്കൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത് എന്നതാണ്. അഥവാ അതിനു മുമ്പുള്ളതൊന്നും അവർ കേട്ടിരുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫി റിവായത്തിൻ, വേറെ ചില റിവായത്തിൽ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ, ഇത് ഇമാം ബുഖാരിയുടെ റിവായത്താണ്, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, സല്ലൈതു മഅ അബീ ബക്രിൻ വ ഉമർ വ ഉസ്മാൻ, ഞാൻ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും പുറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഫലം അസ്മഅ അഹദൻ മിൻഹും യഖറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരിൽ ഒരാളിൽ നിന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി അറിയിക്കുകയാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒച്ചത്തിൽ ഓതേണ്ടതില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് ഈ ഹദീസിലുള്ളത്. ആദ്യത്തെ റിവായത്തിൽ നിന്നും രണ്ടാമത്തെ റിവായത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സിയാദത്തുമുണ്ട്, ഒരു നഖ്സുമുണ്ട്. ഒരു കാര്യം കൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒരു കാര്യം ആദ്യത്തെ ഹദീസിൽ ഇല്ലാത്തൊരു കാര്യം രണ്ടാമത്തതിലുണ്ട്, ആദ്യത്തതിൽ ഉള്ള ഒരു കാര്യം രണ്ടാമത്തതിലില്ല. എന്താണ് ആ ഹദീസ്? നോക്കിയോ? ഒന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ടില്ല, മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വേറെയും ഒരു റിവായത്തിൽ കാണാം, വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം തന്നെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ, സല്ലൈതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ വ ഉമർ വ ഉസ്മാൻ, എല്ലാവരുടെ പേരും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അതിനുശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളിൽ 3 ആളുടെ പേരും പറഞ്ഞു. ഫകാനു യസ്തഫ്തിഹൂൻ, അവരെല്ലാവരും ആരംഭിക്കാറുള്ളത് ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടായിരുന്നു. ലാ യദ്കുറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി അവ്വലി ഖിറാഅത്തിൻ വലാ ഫി ആഖിരിഹാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖിറാഅത്തിന്റെ ആരംഭത്തിലോ അഥവാ ഫാത്തിഹയ്ക്ക് മുമ്പോ, വലാ ഫി ആഖിരിഹാ, ഖിറാഅത്തിന് ശേഷം അടുത്ത സൂറത്ത് ഓതുന്നതിന് മുമ്പോ അവിടുന്ന് പരാമർശിക്കുമായിരുന്നില്ല. ലാ യദ്കുറൂൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അത് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഓതുമായിരുന്നില്ല, ലാ യദ്കുറൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യഖറഊൻ എന്നല്ല, ഓതുമായിരുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് ലാ യജ്ഹറൂൻ, അവരത് പരസ്യമാക്കി ഓതുമായിരുന്നില്ല, മറിച്ച് രഹസ്യമാക്കി ഓതുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട 2 ഫായിദ, ഒന്ന്, ദുആഉൽ ഇസ്തിഫ്താഹ് നിസ്കാരത്തിൽ ഇമാം പതുക്കെയാണ് ഓതേണ്ടത്. അത് വജ്ജഹത്തു ആകട്ടെ, അല്ലാഹുമ്മ ബാഇദ് ബൈനി ആകട്ടെ, ഏതുമാകട്ടെ, ഇത് നിസ്കാരത്തിൽ പതുക്കെയാണ് ഓതേണ്ടത്. കാരണം അതും ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അധ്യായത്തിന്റെ തലക്കെട്ടായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫായിദ, അത് ദുആഉൽ ഇസ്തിഫ്താഹും ഇമാം പതുക്കെയാണ് ഓതേണ്ടത്, അതും ഒച്ചത്തിൽ ഓതിയിരുന്നില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളതും പതുക്കെയാണ് ഓതേണ്ടത്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതും പതുക്കെയാണ് ഓതാറുള്ളത്. ഇത് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ചില ആളുകൾ അങ്ങനെ പറയും, നിങ്ങൾ നിസ്കാരത്തിന്, വഹാബികളുടെ നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, അതിനു മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഉണ്ടല്ലോ, അത് നിങ്ങളെ നിസ്കാരത്തിലില്ലേ എന്ന് തിരിച്ചു ചോദിക്കാമല്ലോ. ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ടല്ലോ, അത് നിങ്ങളെ നിസ്കാരത്തിലില്ലേ, നിങ്ങൾ നേരെ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണോ ഓതുന്നത് എന്ന് ചോദിക്കാലോ. അപ്പൊ അതല്ല വിഷയം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അപ്പോൾ ഖുർആൻ മുസ്ഹഫിലുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അപ്പൊ അതല്ലേ നിങ്ങൾ ഓതാത്തത് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഹദീസാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ആ ഹദീസ് പറഞ്ഞ് മനസ്സിലാകാത്തവരോട് നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഖുർആനിൽ അവസാനത്തിൽ ആമീൻ എന്നുണ്ടോ എന്ന് ചോദിക്കുക. ആമീൻ ഇല്ലല്ലോ, നമ്മളെല്ലാവരും ആമീൻ പറയും. അത് എവിടുന്നാണ് പറയുന്നത്? അത് ഹദീസിൽ നിന്നാണ്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറഞ്ഞുകൊള്ളുക എന്നുള്ളത് ഹദീസിലാണ്. അപ്പൊ അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും മുസ്ഹഫ് നോക്കിയിട്ടല്ല കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ഹദീസിൽ എങ്ങനെയാണ് അത് ഓതിയത് എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഒച്ചത്തിൽ ഓതണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്.
ഇവിടെ വർഷങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ മഅ്മൂമായി നിന്ന ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം ഉണ്ടാക്കാം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേര് പ്രത്യേകം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിഞ്ഞാൽ തന്നെ അതന്നെയല്ലേ സുന്നത്ത്. പിന്നെ എന്തിനാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേര് പറയുന്നതിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ പേരും കൂടി ഹദീസിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഒരു വലിയ ഫിഖ് ഉണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞൊരു വലിയ ബുദ്ധി അതിലുണ്ട്. കാരണം ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലുമൊക്കെ റിവായത്തിൽ ഒച്ചത്തിൽ ഓതി എന്നോ മറ്റോ ഒക്കെ വന്നിട്ട് ഒരു ഖിലാഫ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഖിലാഫിലേക്ക് മടങ്ങാനുള്ള ഒരു കാര്യമാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ അതിൽ ഏത് തെരഞ്ഞെടുത്തു എന്നുള്ളത്. അഥവാ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ രണ്ടെണ്ണം വന്നു, ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നു, ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. അതിലേതെങ്കിലും ഒന്ന് നസ്ഖ് ചെയ്യപ്പെട്ടു, ഒരു നിയമം ദുർബലപ്പെട്ടു എന്ന് കരുതുക, അത് ഏതാണെന്ന് വ്യക്തമാകും. ഖുലഫാഉർ റാഷിദീങ്ങൾ അത് ഏതാണ് അതിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് നോക്കിയാൽ മതി. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ് അവർ അയിമ്മത്തുകളായിട്ട് ഇമാമിങ്ങളായിട്ട് വരുന്നത്. അവരെല്ലാവരും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയ ഫായിദ ഉണ്ട്. അത് ഏത് ദീനിന്റെ ഹുക്കുമിലായാലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള രണ്ട് ഹദീസുകൾ കണ്ടു, അതിനെ തർജീഹ് ചെയ്യാൻ ഏതാണ് ഏറ്റവും ശരിയായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നാൽ അബൂബക്കർ എന്ത് ചെയ്തു, ഉമർ എന്ത് ചെയ്തു, ഉസ്മാൻ എന്ത് ചെയ്തു റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഇതിനൊക്കെ വലിയ പാഠമുണ്ട്. ആ ഹദീസിൽ അവരങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സുഹബത്തുള്ളതും ഏറ്റവും അഫ്ഖഹു സഹാബ, സഹാബത്തിൽ ഏറ്റവും ഫിഖ്ഹുള്ളതും അവരാണ്. അപ്പൊ അവർ തെരഞ്ഞെടുത്ത കാര്യം അത് അവസാനമായി എന്താണോ ദീനിൽ ഉണ്ടായിട്ടുള്ളത് അതാണ് അവർ തെരഞ്ഞെടുക്കുക. അത് ആ രൂപത്തിൽ അതിനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം അവർ കൂടി പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസ് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഒരിക്കൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫാത്തിഹയ്ക്ക് മുമ്പോ അടുത്ത സൂറത്ത് ഓതുന്ന സമയത്ത് അഥവാ ഫാത്തിഹയ്ക്ക് ശേഷമോ പാരായണം ചെയ്തിട്ടില്ല എന്നുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യമുണ്ട്. ചില നാടുകളിൽ പോയാൽ അവർ ആ മദ്ഹബിൽ മുതഅസ്സിബീങ്ങളായിരിക്കും, അന്ധമായ പക്ഷപാതിത്വം കാണിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇമാമത്ത് നിൽക്കാൻ വല്ല അവസരം വന്നു, അങ്ങനെ ഒരാളടുത്ത് ഇമാമത്ത് നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ടില്ലെങ്കിൽ വലിയ മഫ്സദത്ത് അവിടെ വരും. ആകെ പിന്നെ ഇയാളെ സ്വീകരിക്കാതെ ആകും. ഇയാൾക്ക് അതിനുശേഷം ഒരു കലീമ, ഒരു പ്രസംഗമൊക്കെ അവിടെ പറയാൻ അവസരമുണ്ട്, അല്ലെങ്കിൽ തൗഹീദൊക്കെ പറയാൻ അവസരമുണ്ട് എന്ന് കരുതുക. അങ്ങനെയുള്ള സമയത്ത് ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവിടെ ഓതുകയാണെങ്കിൽ അത് തെറ്റില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ദുർബലമായ ഹദീസിൽ അത് വന്നിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ അത് ബിദ്അത്താണ്, അവനൊരു ബിദ്അത്ത് ചെയ്തു എന്ന് പണ്ഡിതന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആ രൂപത്തിൽ മനസ്സിലാക്കുക. എന്നാൽ സുന്നത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന സമയത്ത് അത് വ്യക്തമാക്കി കൊടുക്കുകയും വേണം. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സലഫികൾ ഓതാത്തത് അത് ഖുർആനിലുള്ള ഒരു ആയത്ത് നമ്മൾ ഒഴിവാക്കുകയല്ല, അല്ലെങ്കിൽ ഫാത്തിഹയിലുള്ള ഒരു ആയത്ത് ഒഴിവാക്കുകയല്ല, മറിച്ച് അത് നമ്മൾ ഓതുന്നുണ്ട്. ദുആഉൽ ഇസ്തിഫ്താഹ് പതുക്കെ ഓതുന്നത് പോലെ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പതുക്കെ ഓതുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ ഓതുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദീങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതാ ഹദീസ്, ഇത് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണ് എന്ന് പറഞ്ഞ് നമുക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നീട് ഈ ഹദീസിൽ നിന്നുള്ള വലിയൊരു പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന തർക സുന്നത്തുൻ കൽ ഫിഅൽ, ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നുള്ളത് സുന്നത്താണ്, അഥവാ തർക്കുസുന്ന എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ടും ഒരു പ്രവൃത്തി ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതും സുന്നത്താണ്. അത് ഉപേക്ഷിക്കുക എന്നുള്ളതും സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യാൻ വല്ല തടസ്സവും അവിടെ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഫാത്തിഹ ഓതുന്നത് പോലെ തന്നെ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാമായിരുന്നു. എന്നിട്ടും അത് ഉച്ചത്തിലാക്കുക എന്നുള്ള കാര്യം അവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഉച്ചത്തിലാക്കുക എന്നുള്ളത്, ഉപേക്ഷിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇത് ബിദ്അത്തിന്റെ ഖവായിദുകളിൽപ്പെട്ട ഒരു കാര്യം ബിദ്അത്താണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്ന അടിസ്ഥാനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള സബബുകൾ, കാരണവും അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവിടുന്ന് അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. മൗലിദുൻ നബവിക്ക് നമുക്കത് ആ രൂപത്തിൽ പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം കഴിക്കാൻ വല്ല തടസ്സവും അന്നുണ്ടായിരുന്നോ? ഇല്ല. അന്ന് മധുര പലഹാരം വിതരണം ചെയ്യാൻ ഉള്ള എല്ലാ അവസ്ഥയും ആളുകൾക്കുണ്ട്. ഈന്തപ്പന മരങ്ങളുണ്ട്, അതല്ലാത്ത മധുര പലഹാരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്, അവർക്കത് ചെയ്യാമായിരുന്നു.
റബീഉൽ അവ്വൽ 12 ദിവസം അവർക്ക് ചെറിയ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വലാത്ത് മജ്ലിസൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു. ഇതൊക്കെ അവർക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട്, പുതുതായ ഒരു കാര്യമല്ല. എന്നിട്ടും അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിട്ടും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഒരാൾ പറയുകയാണ് വീട്ടിൽ കയറുന്ന സമയത്ത് സിവാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഹദീസാണ്, സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരാളുടെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് മിസ്വാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാം. എന്നാൽ വേറൊരാൾ അതിനെ ഖിയാസ് ചെയ്തിട്ട് പറയുകയാണ്, ഏറ്റവും നല്ല ബൈത്ത് ബൈത്തുല്ലാഹ്, മസ്ജിദ് അല്ലേ, മസ്ജിദാണല്ലോ ഏറ്റവും നല്ല ബൈത്ത്. അപ്പോൾ ആ ബൈത്തിലേക്ക് കയറുന്ന സമയത്തും സിവാക്ക് ചെയ്യുക എന്നുള്ളതൊരു സുന്നത്താണ്. ഇതിനെ ഖിയാസ് ചെയ്ത് ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് അയാളോട് പറയാനുള്ളത്, ഇങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദിൽ കയറുമ്പോഴും സിവാക്ക് ചെയ്യാമായിരുന്നു, എന്നാൽ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല, അവിടുന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിലുമില്ല. അഥവാ മസ്ജിദിലേക്ക് കയറുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് കയറുമ്പോൾ നമ്മൾ അതിന്റെ ദിക്റുകളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഒരു സിവാക്ക് ചെയ്യുക എന്നുള്ളത് അവിടുന്ന് പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഇല്ല. അവിടുന്ന് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നിട്ടും അത് ഉപേക്ഷിച്ചു എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സുന്നത്ത്, സിവാക്ക് ചെയ്യണ്ട എന്നല്ല. പക്ഷെ അങ്ങനെ ഒരു സുന്നത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ഏതൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത് നമ്മൾ ഉപേക്ഷിക്കണം, അതും സുന്നത്താണ് എന്നതിന് ഈ ഹദീസിൽ പാഠമുണ്ട്. അത് കൊണ്ടാണ് പ്രത്യേകമായി എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതുക്കെ ഓതിയിരുന്നുള്ളൂ, ഒച്ചത്തിൽ ഓതിയിരുന്നില്ല എന്ന് പറയാൻ കാരണം. ശരി, ഇതോടുകൂടി ഈ അധ്യായം കഴിഞ്ഞു. വളരെ ചെറിയ ഒരൊറ്റ ഹദീസ് ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ്. അടുത്ത അധ്യായം ബാബു സുജൂദിസ് സഹ്വ്, മറവിയുടെ സുജൂദിന്റെ അധ്യായം എന്നതാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ തന്നെ ഒരു റിസാല ഇവിടെ വായിച്ചിരുന്നു. ഈ ഹദീസിലൂടെയും ഇൻഷാ അല്ലാഹ് നമുക്കത് വീണ്ടും കേൾക്കാം. ബാബു സുജൂദി സഹ്വ്, സഹ്വിന്റെ സുജൂദിന്റെ അഥവാ മറവിയുടെ സുജൂദിന്റെ അധ്യായം എന്നുള്ളതാണിത്. നിസ്കാരത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും രൂപത്തിലുള്ള മറവികൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള 2 സുജൂദിനാണ് സുജൂദ് സഹ്വ് എന്ന് പറയുന്നത്. ഇത് ചില സന്ദർഭങ്ങളിൽ സലാം വീട്ടുന്നതിന് മുമ്പായിരിക്കും ചെയ്യുക എങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ സലാം വീട്ടിയതിന് ശേഷമായിരിക്കും ചെയ്യേണ്ടത്. ഈ ബാബിൽ വന്ന 2 ഹദീസുകളും വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് എപ്പോഴൊക്കെയാണ് മുമ്പ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ശേഷം ചെയ്യേണ്ടത് എന്ന് പറയാം. എന്നാൽ ഈ ഹദീസിൽ ഓരോ ഹദീസിലും അതിനനുസരിച്ച് പറയുന്ന വിശദീകരണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസ് വായിക്കാം. അൻ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു قال صلى بنا رسول الله صلى الله عليه وسلم إحدى صلاتي العشي. قال ابن سيرين سماها أبو هريرة ولكن نسيت أنا. قال فصلى بنا ركعتين ثم سلم فقال إلى خشبة معروضة في المسجد فاتكأ عليها كأنه غضبان ووضع يده اليمنى على اليسرى وشبك بين أصابعه ووضع خده الأيمن على ظهر كفه اليسرى وخرجت السرعان من أبواب المسجد فقالوا قصرت الصلاة وفي القوم أبو بكر وعمر فهابا أن يكلماه وفي القوم رجل في يديه طول يقال له ذو اليدين قال يا رسول الله أنسيت أم قصرت الصلاة؟ قال لم أنس ولا تقصر. فقال أكما يقول ذو اليدين؟ فقالوا نعم. فتقدم فصلى ما ترك ثم سلم ثم كبر ثم سجد مثل سجوده أو أطول ثم رفع رأسه وكبر ثم كبر وسجد مثل سجوده أو أطول ثم رفع رأسه وكبر فربما سألوه ثم سلم فيقول نبئت أن عمران بن حسين قال ثم سلم. ഈ ഹദീസ് ഇത് റിവായത്ത് ചെയ്തിരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൽ നിന്നും ഇത് കേട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ എന്ന താബിഇയ. അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാൻ ചില കാരണമുണ്ട്. കാരണം ഇതിന്റെ ഇടയിലുള്ള ചില സംസാരം അത് ഇബ്നു സീരീൻ റഹിമഹുല്ലയുടേതാണ്. അതുകൊണ്ടാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സഹാബിയുടെ പേരിനൊപ്പം അദ്ദേഹത്തിൽ നിന്നും കേട്ട താബിഇയുടേത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെ, ഹദീസിന്റെ റിവായത്ത് എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇമാം ബുഖാരി എന്നൊക്കെ കാണുമ്പോൾ അതിന്റെ അർത്ഥം ബുഖാരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നേരിട്ട് കേട്ടു എന്നല്ലല്ലോ. നമുക്കറിയാം ഇമാം ബുഖാരി അത് കേൾക്കുന്നത് 3, 4, 5 ആൾക്കാർക്ക് ശേഷമായിരിക്കും.
അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചിലപ്പോൾ ഒരു സഹാബി തന്നെ റിവായത്ത് ചെയ്യും, അല്ലെങ്കിൽ താബിഈ റിവായത്ത് ചെയ്യും. താബിയിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു താബി തന്നെ റിവായത്ത് ചെയ്യും, അല്ലെങ്കിൽ താബിഈ റിവായത്ത് ചെയ്യും. അങ്ങനെ പിന്നെ ആയിരിക്കും മുഹദ്ദിസീങ്ങളായ ബുഖാരിയോ മുസ്ലിമോ ഒക്കെ റിവായത്ത് ചെയ്യുന്നത്. ഇവിടെ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ അദ്ദേഹമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്നത്. കാണാം ഹദീസിൽ സല്ല ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദ സലാത്തൈൽ അശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാത്തുൽ അശിയിൽപ്പെട്ട ഏതോ ഒരു നിസ്കാരം നമുക്ക് നിസ്കരിച്ചു. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, സമ്മാഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ രണ്ടിൽ ഏത് നിസ്കാരമാണ് എന്ന് അബൂ ഹുറൈറ പറഞ്ഞു തന്നിട്ടുണ്ട്. വലാകിൻ നസീതു അന, പക്ഷെ ഞാൻ മറന്നതാണ് എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഇഹ്ദ സലാത്തൈൽ അശീ എന്നാണ്. അശീ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനാണ് അശീ എന്ന് പറയുന്നത്. ഈ നിസ്കാരം അത് ളുഹറും അസറുമാണ് എന്നതാണ് ശരിയായ അഭിപ്രായമായി പല പണ്ഡിതന്മാരും തെരഞ്ഞെടുത്തിട്ടുള്ളത്. അശീ എന്ന് പറയുന്നത് വൈകുന്നേരമാണ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിലും അതിന് ഇങ്ങനൊരു അർത്ഥവും ഉണ്ട് എന്നാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും തെറ്റിയത് മുതൽ ഉറൂബ് ഷംസ് വരെയുള്ള സമയത്തിന് അശീ എന്ന് പറയും. അതുകൊണ്ട് ആ സമയത്ത് ഉൾക്കൊള്ളുന്ന രണ്ട് നിസ്കാരം അതൊന്ന് ളുഹറും അസറുമാണ്. എന്നാൽ അശാഇൻ എന്ന് പറഞ്ഞാൽ അത് മഗ്രിബും ഇശാവുമാണ്. ചില മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്ന സമയത്ത് അത് മഗ്രിബും ഇശാവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു ചില റിവായത്തിൽ ഇത് ളുഹറാണ് അസറാണ് എന്നൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വല്ലാഹു അലം ഇത് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ സലാത്തുൽ ളുഹർ അല്ലെങ്കിൽ സലാത്തു അൽ അസർ, ഈ രണ്ടിലേതോ ഒരു നിസ്കാരത്തിലാണ് ഈ പറയാൻ പോകുന്ന കാര്യം സംഭവിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഫസല്ല ബിനാ റകഅതൈൻ, രണ്ടും 4 റക്അത്തുള്ള നിസ്കാരമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി നിസ്കരിച്ചത് എത്രയാണ്? 4 റക്അത്താണ്. 2 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. സുമ്മ സല്ലം, പിന്നീട് സലാം വീട്ടി. 2 റക്അത്തിന് ശേഷം അവിടുന്ന് സലാം വീട്ടുകയുണ്ടായി. എന്നിട്ടോ ഫഖാമ ഇലാ ഖശബത്തിൻ മഅറൂദത്തിൻ ഫിൽ മസ്ജിദി ഫത്തക അലൈഹാ കഅന്നഹു ഗൽബാൻ. പിന്നീട് അവിടുന്ന് നേരെ പതിവിന് വിപരീതമായി പതിവ് അവിടുന്ന് തിരിഞ്ഞിട്ട് പിന്നീട് വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നാണ്. അതിൽ വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചാരി വെച്ചിരുന്ന ഒരു മരത്തേടിയുടെ അടുക്കലേക്ക് പോയി അവിടെ താങ്ങി നിൽക്കുകയും അങ്ങനെ വളരെ ദേഷ്യപ്പെടുന്ന ഒരു രൂപത്തിലാണ് അവിടുത്തെ മുഖം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹാബത്ത് അത് കൃത്യമായി അവിടുന്ന് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വവളഅ യദഹുൽ യുംന അലൽ യുസ്ര, വലത്തെ കൈ അത് ഇടത്തെ കൈയിന്മേൽ വെച്ചിട്ടുണ്ട്. വശബ്ബക ബൈന അസാബിഇഹി, ഇങ്ങനെ കൈകൾ കോർത്തു പിടിക്കുന്നതിനാണ് ശബ്ബക എന്ന് പറയുക. വലത്തെ കൈ നമ്മൾ ഇടത്തെ കൈയിന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കൈകൾ കോർത്തു പിടിക്കുന്ന രീതിക്കാണ് ശബ്ബക എന്ന് പറയുക. അങ്ങനെ ചെയ്തു. വവളഅ ഖദ്ദഹുൽ ഐമൻ അലാ ളഹ്രി കഫ്ഫിൽ യുസ്ര, ഇടത്തെ കൈയുടെ പുറം ഭാഗം അത് വലത്തെ കവിളിന്റെ ഭാഗത്തേക്ക് വെച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അഥവാ സാധാരണ ചെയ്യാത്തതുപോലെ അവിടെ നിന്നെന്തോ ഒരു പതിവിന് വിപരീതമായി ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ അവിടുത്തെ രൂപത്തിൽ കണ്ടു എന്നുള്ളതാണ്. വഖറജത്തി സർആനു മിൻ അബ്വാബിൽ മസ്ജിദ്, മസ്ജിദിന്റെ വാതിലിലൂടെ സർആനുകൾ പുറത്തേക്ക് പോയി. സർആൻ എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു പോകുന്ന മുസ്രിഈൻ, ധൃതിപ്പെട്ടു പോകുന്ന ആളുകളാണ്. അവർ വേഗം മസ്ജിദിലേക്ക് പോയി, മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോയി. സലാം വീട്ടിയ ഉടനെ തന്നെ വേഗം മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ അവർ അങ്ങനെ കുറച്ച് ആളുകൾ പോയി എന്നുള്ളതാണ്. ഫഖാലു, പോന്ന വഴിയിൽ അവർ പറയുന്നുണ്ട്, ഖസറത്തി സലാ, നിസ്കാരം അത് ഖസറാക്കിയോ? അവരത്രമാത്രം പറഞ്ഞിട്ട് മസ്ജിദിൽ നിന്ന് പിരിഞ്ഞു പോകുകയാണ്. വഫിൽ ഖൗമി, അവിടെ ഇരിക്കുന്ന ബാക്കി ആളുകളിൽ അബൂബക്കർ ഉമർ, അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ട് ആ നിസ്കാരത്തിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സലാത്തിൽ അബൂബക്കർ ഉമറും ഒക്കെ പങ്കെടുത്ത നിസ്കാരം തന്നെയാണ്. ഫഹാബ അൻ യുകല്ലിമാഹു, അവർക്ക് രണ്ടുപേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ ഒരു ഹൈബത്തുണ്ട്, ഗാംഭീര്യം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ തന്നെ അല്ലാഹു തആല ഒരു ഗാംഭീര്യം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ നിൽക്കുന്ന നിൽപ്പും അത് ഗാംഭീര്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവിടുന്ന് ഏറ്റവും അടുത്ത കൂട്ടുകാരായ സാഹിബാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബൂ ബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരും പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി എന്തു പറ്റി എന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നാണ്. വഫിൽ ഖൗമി റജുലുൻ ഫീ യദൈഹി തൂലുൻ യുഖാലു ലഹു ദുൽ യദൈൻ, നീണ്ട കൈയുള്ളവൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ആ ഖൗമിൽ ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുറച്ച് തമാശയൊക്കെ പറയുന്ന ആളായിരുന്നു എന്ന് കാണാം, കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു എന്ന് കാണാം. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അനസീത അം ഖസറത്തി സലാ, താങ്കൾ മറന്നുവോ, അല്ല നിസ്കാരം ചുരുക്കപ്പെട്ടോ?
എന്ന രീതിയിൽ അദ്ദേഹം ചോദിച്ചു. ഖാല ലം അൻസ വലം തുഖ്സർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഞാനൊന്നും മറന്നിട്ടില്ല, നിസ്കാരം അങ്ങനെ ചുരുക്കപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സഹാബത്തിലേക്ക് തിരിഞ്ഞു ചോദിച്ചു. ഫഖാൽ അകമാ യഖൂലു ദുൽ യദൈൻ. ഈ ദുൽ യദൈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് നീണ്ട കൈയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വെച്ചതാണ്. ഇദ്ദേഹം പറയുന്നത് പോലെയാണോ കാര്യം എന്ന് ചോദിച്ചു. ഫഖാലു, സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നഅം, അതെ. ഫതഖദ്ദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് വന്നു. ഫസല്ലമ തറക്, നേരത്തെ ബാക്കി വെച്ച കാര്യം അത് നിസ്കരിച്ചു. സുമ്മ സല്ലം, 2 റക്അത്തിന് ശേഷം സലാം വീട്ടി. സുമ്മ ഖബ്ബർ, പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. വസജദ്, സുജൂദ് ചെയ്തു. മിസ്ല സുജൂദിഹി ഔ അത്വൽ, പൊതുവേ അവിടുന്ന് സുജൂദ് ചെയ്യാറുന്നത് പോലെ അല്ലെങ്കിൽ അല്പം ദൈർഘ്യമുണ്ട്. അദ്ദേഹം ഒരു ഷക്ക് പറയുകയാണ്, ഒന്നുകിൽ അതേപോലെ അല്ലെങ്കിൽ അല്പം ദൈർഘ്യം ആ സുജൂദിനുണ്ട്. സുമ്മ റഫഅ റഅസഹു വകബ്ബർ, പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തല ഉയർത്തി. സുമ്മ ഖബ്ബർ, രണ്ടാമത് തക്ബീർ പറഞ്ഞു. വസജദ മിസ്ല സുജൂദിഹി ഔ അത്വൽ, നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു, ആദ്യത്തെ സുജൂദ് പോലെ അല്ലെങ്കിൽ അല്പം ദൈർഘ്യത്തിൽ അവിടുന്ന് സുജൂദ് ചെയ്തു എന്ന. സുമ്മ റഫഅ റഅസഹു വകബ്ബർ, അല്ലാഹു അക്ബർ പറഞ്ഞ് തല ഉയർത്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റാവി പറയുകയാണ്, ഫറുബ്ബമാ സഅലൂഹു സുമ്മ സല്ലം, ശേഷം സലാം വീട്ടിയോ എന്ന് മുഹമ്മദ് ബിൻ സീരീനോട് ചില മുഫസ്സിറുകൾ പറയുന്നത്. ചിലവർ അത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചിട്ടുണ്ടാകാം. അതോ ഈ റിവായത്ത് കേൾക്കുന്ന സമയത്ത് ബാക്കി ആൾക്കാരുണ്ടാവുമല്ലോ ഹദീസ് കേൾക്കുമ്പോൾ, അവർ ചോദിച്ചിട്ടുണ്ടാകാം. ദർസിലുള്ള ബാക്കിയുള്ള താബിഈങ്ങളായ വിദ്യാർത്ഥികളായിരിക്കാം, അവർ ചോദിച്ചിട്ടുണ്ടാകും, ശേഷം സലാം വീട്ടിയോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു എന്നാണ്, നുബ്ബിഉതു അന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ ഖാല സുമ്മ സല്ലം. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അറിയപ്പെട്ടിട്ട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ശേഷം സലാം വീട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ അത് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയപ്പെട്ട നിസ്കാരം അത് ളുഹറാണ് അല്ലെങ്കിൽ അസറാണ്. അതേത് നിസ്കാരമായാലും ശേഷം പറയാൻ പോകുന്ന ഹുക്കുമാണ് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് അത് ഏതാണ് എന്നുള്ളത് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. കാരണം നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്നതുമായി ബന്ധപ്പെട്ടൊക്കെ രീതിയിൽ അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുന്നത് ഒരു പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തോന്നിപ്പിച്ചിട്ടുണ്ടാകാം, എന്തോ ഇബാദത്ത് പൂർത്തിയാകാത്ത രൂപത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു പക്ഷെ തോന്നിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം അവിടുന്ന് പതിവിന് വിപരീതമായി അവിടെ മസ്ജിദിൽ തന്നെ നിൽക്കുകയും അല്പം ദേഷ്യമുണ്ടാകുകയും അങ്ങനെ സാധാരണ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ടാകാം, അല്ലാഹു അലം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശേഷം മസ്ജിദിൽ നിന്നും ധൃതിപ്പെട്ടു പോകുന്ന ആളുകൾ പോയ സംഭവം പറയുന്നുണ്ട്. അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ ചെറിയൊരു ഫായിദ പറയുന്നുണ്ട്. അഥവാ ഇമാം സലാം വീട്ടിയാൽ ഉടനെ തന്നെ പിരിഞ്ഞു പോകുക, എഴുന്നേറ്റ് പോകുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇമാം സലാം വീട്ടിയാൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ അവിടെ നിൽക്കേണ്ട സമയം, ഇരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇമാം തിരിയുന്നത് വരെ അല്ലെങ്കിൽ ഇമാം എഴുന്നേറ്റ് പോകുന്നത് വരെ. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം 2 രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ സലാം വീട്ടിയതിന് ശേഷം ഇമാമിന് അവിടെ നിന്നും എഴുന്നേറ്റ് പിരിഞ്ഞു പോകാം, അതല്ലെങ്കിൽ മഅ്മൂമീങ്ങളെ അഭിമുഖീകരിച്ച് അവിടെ ഇരിക്കാം. ഈ സമയത്ത് ഏറ്റവും കുറഞ്ഞത് മഅ്മൂമീങ്ങിനെ തിരിഞ്ഞിരിക്കാനുള്ള സമയം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നത് പറഞ്ഞാൽ അത്രയും സമയം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരിക്കുമായിരുന്നു അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയും സമയം കഴിയുന്നത് വരെ നമുക്കൊരാൾക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ അത്രയും സമയം മഅ്മൂമീങ്ങളും അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. കാരണം ഇമാമിനെ മുഴുവനായി പിൻപറ്റണം എന്നുള്ളത് ഹദീസുകൾ വന്നിട്ടുണ്ട്. അയ്യുഹന്നാസ് ഇന്നി ഇമാമക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും, ജനങ്ങളെ ഞാൻ നിങ്ങളുടെ ഇമാമാണ്. ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദ്, റുക്കൂയിലും സുജൂദിലും നിങ്ങൾ എന്നെ മുൻകടക്കാൻ പാടില്ല. വലാ ബിൽ ഖിയാം, ഖിയാമിൽ വലാ ബിൽ ഇൻസിറാഫ്, പിരിഞ്ഞു പോകുന്ന കാര്യത്തിലും. ഫഇന്നി അറാക്കും അമാമി വമിൻ ഖൽഫി, ഞാൻ നിങ്ങൾക്ക് എനിക്ക് പുറകിലുള്ളതും മുമ്പിലുള്ളതും ഒക്കെ കാണുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തിൽപ്പെട്ട കാര്യമാണ്. അവിടുന്ന് പുറകിൽ നടക്കുന്ന കാര്യവും അവിടത്തേക്ക് കാണുമായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, അതുകൊണ്ട് തിരക്കിട്ട് പോകേണ്ട ആളുകൾ അല്ലെങ്കിൽ മാറിയിരിക്കേണ്ട വല്ല ഹാജത്തും ആവശ്യവും ഉണ്ടായ ആളുകൾക്ക് മാറിയിരിക്കാം, പക്ഷെ ഇത്രയും സമയം വെയിറ്റ് ചെയ്യണം, കാത്തു നിൽക്കണം എന്നുള്ളതാണ്. അവർ പറഞ്ഞു ഖസുറത്തിസ് സലാഹ്, നിസ്കാരം ഖസറാക്കപ്പെട്ടോ എന്നാണ് ധൃതിപ്പെട്ടു പോകുന്ന ആളുകൾ പറഞ്ഞത്. കാരണം അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മറക്കാൻ സാധ്യതയില്ല എന്നതാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് അവർ ആ രൂപത്തിലാണ് പറഞ്ഞത്. ഖൗമിൽ അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാനുള്ള ഗാംഭീര്യം കാരണത്താൽ അവരൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. പിന്നീട് ഈ സഹാബി പറഞ്ഞ വാക്ക്, അഥവാ ദുൽ യദൈൻ എന്ന് പറയുന്ന എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞ
വാക്ക് അനസീതം ഖസ്റത്തി സലാ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് വളരെയധികം എന്താ പറയുക സഹാബിയുടെ ഫിഖ് അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ മുഴുവൻ പഴുതുകളും അടിച്ചുള്ള വളരെ കൃത്യമായ ചുരുക്കിയ ചോദ്യമാണ്. താങ്കൾ മറന്നുവോ അല്ല നിസ്കാരം ചുരുക്കപ്പെട്ടോ? എന്തായാലും 2 റക്അത്താണ് നിസ്കരിച്ചിട്ട്, 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ നിസ്കാരം ഖസ്റാക്കി എന്ന് പറയുന്ന വല്ല വഹിയും ഇറങ്ങണം. ആദ്യത്തേതുപോലെ നിസ്കാരം ആദ്യം ഖസറേ ഉണ്ടായിരുന്നുള്ളൂ, 2 റക്അത്തെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ മക്ക കാലഘട്ടത്തിൽ. പിന്നീട് ഹിജറയ്ക്ക് ശേഷമാണ് നിസ്കാരം എന്ത് ചെയ്തിട്ടുള്ളത്? അത് 4 റക്അത്താക്കി മാറ്റിയിട്ടുള്ളത്. യാത്രയിൽ 2 റക്അത്തായി തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ വല്ല വഹിയും വന്നതാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അല്ലെങ്കിൽ താങ്കൾ മറന്നതാണ്. ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ചു എന്നുള്ളതാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് കന്നഹു ദറസ ഇൽമൽ മൻതിഖ് 20 സന, 20 വർഷം ഇൽമുൽ മൻതിഖ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. നമ്മൾ പഠിക്കുന്ന തഅരീഫ് നിർവചനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അതിനൊക്കെ ഉപകരിക്കുന്ന വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു ഫന്നാണ്, ഒരു ശാഖയാണ് അത്. ഒരുപക്ഷെ അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിൽ ജാമിഉ മാനിഉമായ പൂർണ്ണമായ കാര്യങ്ങൾ, പറയേണ്ടതെല്ലാം പറഞ്ഞു ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കിയ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ലം അൻസ വലാ തുക്സർ, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ഖസറാക്കപ്പെട്ടിട്ടുമില്ല. നിസ്കാരം ഖസറാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വഹി ഇറങ്ങിയിട്ടില്ല, അവിടുന്ന് അങ്ങനെ ഒരു വഹി ഇറങ്ങിയിട്ടില്ല. മറന്നിട്ടില്ല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മനസ്സിലാക്കിയ വിശ്വസിച്ച കാര്യമാണ് പറയുന്നത്, മറന്നിട്ടില്ല. കാരണം അവിടുന്ന് പൂർണ്ണമായി എന്നുള്ള നിയത്തിലാണ് നിസ്കാരം പൂർത്തിയാക്കിയത്. ഇത് കേട്ടപ്പോൾ സഹാബി പറഞ്ഞു ബലാ ഖദ് നസീത്, എന്നാൽ താങ്കൾ മറന്നിട്ടുണ്ട് എന്ന് സഹാബി പറയുകയുണ്ടായി. കാരണം സഹാബിക്ക് ശരീഅത്ത് ഇറങ്ങിയോ ഇല്ലേ എന്നുള്ളത് സഹാബിക്ക് അറിയുകയില്ല. ബൽ ഖസുറത്ത് എന്ന് സഹാബി പറയുകയില്ല. കാരണം ശരീഅത്ത് വഹി ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അദ്ദേഹത്തിന് അറിയുന്നത് എന്നാൽ ഈ 2ൽ ബാക്കിയുള്ളതിന് മറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഖദ് നസീത്, എന്നാൽ തീർച്ചയായും താങ്കൾ മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയമായി, ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത് ചെയ്തത് പൂർണ്ണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിച്ചു അകമാ യഖൂലു ദുൽ യദൈൻ, ഈ വ്യക്തി പറയുന്നത് പോലെയാണോ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് എല്ലാവരും നഅം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് കയറി വന്ന് ആ രൂപത്തിൽ 2 റക്അത്ത് പൂർത്തിയാക്കുകയും പിന്നീട് സലാം വീട്ടിയതിന് ശേഷം വീണ്ടും 2 സുജൂദുകൾ അധികരിപ്പിക്കുകയും ചെയ്തത്. ആ സുജൂദിനാണ് സുജൂദു സഹ്വ് എന്ന് പറയുന്നത്. ഈ ഹദീസിൽ വരുന്ന ഫായിദകൾ: 1, ജവാസു സഹ്വി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണ്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിൽ വന്ന ഫായിദകൾ മാത്രം ചേർത്തിട്ട് 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സലാഹുദ്ദീൻ ഖലീൽ അൽ അലായി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു വലിയ ഗ്രന്ഥം തന്നെ, വലിയൊരു വോളിയം ഗ്രന്ഥം തന്നെ ഈ ഹദീസിലുള്ള ഫായിദകൾ വിശദീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയും ധാരാളം ഫായിദകൾ ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫായിദകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം, സാധിക്കുന്ന അത്രയും ഈ ക്ലാസ്സിൽ കേൾക്കാം. ഒന്നാമത്തെ ഫായിദ ജവാസു സഹ്വി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കാം എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു സുജൂദ് സഹ്വിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അന ബശറും മിസ്ലുക്കും അൻസാ കമാ തൻസൗൻ, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിങ്ങൾ മറക്കുന്നത് പോലെ തന്നെ ഞാനും മറക്കും എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല, അത് അസംഭവ്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവി സംഭവിക്കും എന്നുള്ളത് അവിടുന്ന് തന്നെ കൃത്യമായി പറഞ്ഞ കാര്യവുമാണ്. ഈ ഹദീസിലൂടെ നമുക്കത് കാണുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് മറന്നുപോയിട്ടുണ്ട്. അതിന്റെ ഹിക്മത്ത് എന്താണ്? അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാനാണോ അതല്ല മറ്റെന്തെങ്കിലുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅബൂദല്ല, അവിടുന്ന് ഒരു അബ്ദു മാത്രമാണ്, അടിമ മാത്രമാണ്, ആരാധിക്കപ്പെടേണ്ടവനല്ല, അവിടുന്ന് മറവി സംഭവിക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഒരു മറവിയോ ഒരു കാര്യമോ സംഭവിക്കുകയില്ല, അതിൽ നിന്നെല്ലാം അല്ലാഹു തആല അതിൽ നിന്നെല്ലാം മുക്തനായവനാണ് എന്നുള്ള കാര്യം അറിയിക്കാനായിരിക്കാം. അല്ലാഹു തആല ആലം. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിക്കുക എന്നുള്ളത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഹദീസാണ്, അതിനുള്ള തെളിവാണ് ഈ ഹദീസിൽ വന്നത്. അതുപോലെ അവിടുന്ന് പറഞ്ഞ മറ്റ് ഹദീസിലും അത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇദൽ അന്നൽ ഇൻസാന ഇദാ സല്ലമ അൻ നഖ്സിൻ വദുക്കിറ ഖരീബൻ ഫഇന്നഹു യുക്മിലു ബാനിയൻ അലാ മാ മള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 2 റക്അത്ത് നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് അത് ഓർമ്മ വന്ന സമയത്ത് എന്താണ് ചെയ്തത്?
എത്രയാണോ നിസ്കരിച്ചത് അതിന്റെ ബാക്കി പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ രണ്ടാമത് വീണ്ടും നിസ്കരിച്ചിട്ടില്ല. പല ആളുകൾക്കും അത് സംഭവിക്കുന്ന കാര്യമാണ്, ഇതറിയില്ല. 3 റക്അത്തൊക്കെ നിസ്കരിച്ച് ചിലപ്പോൾ സലാം വീട്ടും. ചില മസ്ജിദുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 റക്അത്ത് സംഭവിച്ച് സലാം വീട്ടും. ഉടനെ തന്നെ ആളുകൾ പറയും സലാം വീട്ടിയൊക്കെ 3 നിസ്കരിച്ചിട്ടുള്ളൂ, എന്നാ പിന്നെ ഒന്നുകൂടി നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പലരും 4 റക്അത്ത് തന്നെ വീണ്ടും നിസ്കരിക്കും. സൂക്ഷ്മതക്ക് അങ്ങനെയല്ലേ ചെയ്യുക എന്ന് പറയുന്നത്. അത് സൂക്ഷ്മത അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോയതിനു ശേഷം പിന്നീട് പൂർത്തിയാക്കിയത് 2 റക്അത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2 റക്അത്ത് അല്ലെങ്കിൽ എത്രയാണോ നഷ്ടപ്പെട്ടത് അതിനുശേഷം അത് അത്ര തന്നെ പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ അതിന് ചില ഖൈദുകളുണ്ട്. ഇതാ താല സമാൻ, സമയം കുറെ കഴിഞ്ഞു, അഥവാ ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞു ഉടനെ ഒന്നല്ല, ളുഹറിന് വന്ന് നിസ്കരിച്ചു, ഇങ്ങനെ പിരിഞ്ഞുപോയി, പിന്നീട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ഫോൺ വിളിച്ച് മറ്റേയാൾ ചോദിച്ചല്ല നമ്മൾ നിസ്കാരത്തിൽ ഇന്ന് 3 അപ്പോൾ അയാളും പറഞ്ഞാൽ എനിക്ക് തോന്നി 3. അപ്പോൾ വേറൊരാളും കൂടി ചോദിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാൽ എനിക്കും സംശയം ഉണ്ടായിരുന്നു, ഞാൻ പറയാനിട്ടാണ്, സമയം 1 മണിക്കൂർ കഴിഞ്ഞു, സമയം ഒരുപാടായി. അങ്ങനെയുള്ള സമയത്ത് അവർ വീണ്ടും പൂർണ്ണമായി നിസ്കരിക്കണമെന്ന്. എന്നാൽ അതല്ല, നമ്മൾ നിസ്കരിച്ചു പിരിഞ്ഞു, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടന്നിട്ടില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരം അത് എത്രയാണോ ഉള്ളത് പൂർത്തിയാക്കിയാൽ മതിയെന്നാണ്. ഇനി അതിനിടയിൽ വല്ല പ്രവർത്തനങ്ങളോ മറ്റ് സംസാരങ്ങളോ ഉണ്ടെങ്കിൽ പോലും എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ മസ്ലഹത്തുമായിട്ടാണ് ബന്ധപ്പെട്ട സംസാരമാണ് സംസാരിച്ചതെങ്കിൽ അതിൽ ഇജ്മാ ഉണ്ട്. പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ല, അപ്പൊ തന്നെ നിസ്കരിക്കാമെന്നാണ്. കാരണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വേഗത്തിൽ പോകുന്ന ആളുകൾ ഖസുറത്തിസ് സലാ, നിസ്കാരം പിരിഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, കൈകൾ കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ദുൽയദയും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ മറന്നോ അതല്ല ഖസറാക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഞാൻ മറന്നിട്ടുമില്ല ഖസറാക്കിയിട്ടുമില്ല. സഹാബത്തിനോട് ചോദിച്ചു, ഈ വ്യക്തി പറഞ്ഞത് ശരിയാണോ? എല്ലാ ആളുകളും നഅം എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ ചില ആളുകൾ തലയാട്ടിയിട്ടാണ് പറഞ്ഞത്, സംസാരിച്ചിട്ടില്ല എന്നും കാണാം. എന്ത് തന്നെയായാലും അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം നിസ്കാരത്തിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഥവാ സലാം വീട്ടിയതിനു ശേഷം 2 ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിസ്കാരം 1 റക്അത്ത് കുറഞ്ഞോ അല്ലെ 2 റക്അത്ത് കുറഞ്ഞോ? അസറിനൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ചോദിച്ചാൽ അതൊരു വർത്തമാനമായിട്ട് പരിഗണിക്കുകയില്ല. നമുക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാം? നിസ്കാരം പൂർത്തിയാക്കാം. ഇനി അതല്ല, ഒരു അല്പം കഴിഞ്ഞു അപ്പുറത്ത് പുറകിൽ ചാരിയിരിക്കുന്ന 2-3 ആളുകൾ ചെറിയ സംസാരങ്ങളിൽ ഏർപ്പെട്ടാലും അത് കുഴപ്പമില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിന്റെ മസ്ലഹത്തിനുമായി ബന്ധപ്പെടാത്ത ദുന്യവിയായ മറ്റ് സംസാരങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വാക്കായാൽ പോലും പിന്നീട് പൂർണ്ണമായി നിസ്കരിക്കണമെന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഇവിടെ അത് കുഴപ്പമില്ല. കാരണം അവരുടെ വിശ്വാസത്തിൽ നിസ്കാരം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു എന്നുള്ള അബദ്ധ ധാരണയിലാണ്, മറവി സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിൽ സംസാരിച്ചു എന്നുള്ള നിസ്കാരം ബാത്തിലാകുന്ന ഹുക്കുമ് അവർക്ക് വരികയില്ല. അതുകൊണ്ട് എന്ത് സംസാരം ദുന്യവിയായ സംസാരമാണ് എങ്കിൽ പോലും അത് ചെറിയ സമയത്തിനുള്ളിലാണ് സംഭവിച്ചത് എങ്കിൽ ആ നിസ്കാരം ബാക്കി പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളതാണ്. കാരണം തെളിവുകൾ അതാണ് മനസ്സിലാക്കി തരുന്നത്. മറവി കൊണ്ട് ഒരാൾ നിസ്കാരത്തിൽ സംസാരിച്ചു പോയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുകയില്ല. ഒരാൾക്ക് ശരീഅത്തിന്റെ ഹുക്കും അറിയില്ല, അങ്ങനെ അയാൾ സംസാരിച്ചാലും അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. 2 ഒന്നാണ് അവിടെ സംഭവിക്കുക. ഒന്നുകിൽ ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയാത്ത ആളുകളായിരിക്കും സംസാരിക്കുക, എങ്കിലും കുഴപ്പമില്ല. അല്ല എങ്കിൽ മറന്നുകൊണ്ട് സംസാരിച്ചതായിരിക്കണം. ഈ 2 അവസ്ഥയിലും നിസ്കാരത്തിൽ അങ്ങനെ മറവി സംഭവിച്ചോ അല്ലെങ്കിൽ അത് സംസാരിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടോ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ്. മറവി സംഭവിച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതിന് തെളിവ് ഈ ഹദീസാണ്. കാരണം മറവി സംഭവിച്ചതിന് ശേഷമാണ് അവിടെയുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ ശരീഅത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് സംസാരിച്ചാൽ അത് കുഴപ്പമില്ല, നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നതിനുള്ള തെളിവ് അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുമായിരുന്നു. ഞാൻ ഹദീസ് സമയം ദൈർഘ്യം ഭയം കാരണം കൂടുതൽ വായിക്കുന്നില്ല. അപ്പോൾ നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ നിസ്കാരത്തിൽ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ തുമ്മുകയുണ്ടായി. തുമ്മിയ ഉടനെ തന്നെ മുആവിയ റളിയല്ലാഹു അദ്ദേഹത്തിന് അതിന്റെ ഹുക്കം അറിയില്ല. അദ്ദേഹം യർഹമുക്കല്ലാ എന്ന് നിസ്കാരത്തിൽ പറഞ്ഞു. യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഫറമാനി അൽ ഖൗമു ബി അബ്സാരിഹിം, ബാക്കിയുള്ള ആളുകളെല്ലാം കണ്ണുകൊണ്ട് എന്നെ എറിഞ്ഞു, അഥവാ കണ്ണുകൊണ്ട് തുറിച്ചു നോക്കുകയുണ്ടായി. വളരെ ശക്തമായ രീതിയിൽ
ആളുകൾ തുറിച്ചു നോക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാ സുക്ല ഉമ്മിയ, എൻ്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെടട്ടെ. അത് അത്രയും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഹക്കീക്കത്ത് ഉദ്ദേശിച്ച്, യാഥാർത്ഥ്യം ഉദ്ദേശിച്ച് പറയുന്നതല്ല, കുറച്ച് വലിയ പ്രയാസം. എല്ലാ ആളുകളും ഇങ്ങനെ നോക്കി, ആ നിസ്കാരത്തിൽ എല്ലാ ആളുകളും നോക്കിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരു എന്തെങ്കിലുമൊക്കെ ഹാജത്തിന് വേണ്ടി നിസ്കാരത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ഹാജത്തുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അനുവദനീയമാണ്. അത് ഖിബലയിൽ നിന്നും തെറ്റുന്നതായിട്ട് പരിഗണിക്കുകയില്ല, ഖിബലയിൽ നിന്നും തെറ്റുന്നില്ല. അത് ഇങ്ങനെയുള്ള ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ആ രൂപത്തിൽ തിരിഞ്ഞാൽ അത് തെറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ സഹാബത്ത് അങ്ങനെ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അദ്ദേഹം ചോദിച്ചു, മാ ശഅനുകും തൻദുറൂന ഇലൈ, നിങ്ങൾക്ക് എന്താണ്, എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന രൂപത്തിൽ ചോദിച്ചു. അപ്പൊ വർത്താനവും പറഞ്ഞു. ആദ്യം യർഹമുക്കല്ലാ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, പിന്നീട് സംസാരിച്ചു. സഹാബത്ത് എല്ലാവരുടെ തൊടയിൽ ഇങ്ങനെ അടിച്ചു. ഫജഅലു യദ്രിബൂന ബിഐദിഹിം അലാ അഫ്ഖാദിഹിം, എല്ലാവരും അവരുടെ തൊടയിൽ ഫഖിദിൽ അടിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഫലമ്മ റഅയ്തും യുസമ്മിതൂനനി സക്കത്തു, എല്ലാവരും എന്നെ മിണ്ടാതിക്കാനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നിട്ടില്ല. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫബി അബി ഹുവ വ ഉമ്മി, എൻ്റെ ഉപ്പയും ഉമ്മയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞാൻ ബലി കൊടുക്കുകയാണ് എന്ന രൂപത്തിൽ പറയുകയാണ്. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അത്രയും നല്ല രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയും അതിനു മുമ്പോ അതിനു ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ കഹറനി വലാ ദറബനി വലാ ശതമനി, അല്ലാഹുവാണ്, അവിടുന്ന് തന്നെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല, അവിടുന്ന് തന്നെ ചീത്ത പറഞ്ഞിട്ടോ അടിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് ഇതാണ്, ഇന്ന ഹാദിഹി സ്വലാഹ്, തീർച്ചയായും ഈ നിസ്കാരം, ലാ യസ്ലുഹു ഫിഹാ ശൈഉം മിൻ കലാമിൻ നാസ്, ജനങ്ങളുടെ സംസാരം അതിൽ പറ്റൂല. ജനങ്ങൾ ഈ സംസാരിക്കുന്നുണ്ടല്ലോ, അതൊന്നും നിസ്കാരത്തിൽ പറ്റുകയില്ല. ഇന്നമാ ഹുവ തസ്ബീഹ് വ തക്ബീർ വ ഖിറാഅത്തുൽ ഖുർആൻ, അതിൽ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, ദിക്റുകളുണ്ട്, അതുപോലെ തക്ബീറുകൾ, ഖിറാഅത്തുൽ ഖുർആൻ, ഇതേ പറ്റുകയുള്ളൂ. ഈ രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ അറിവില്ലാത്ത ഒരാൾ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഒരാൾ അറിവില്ലാതെ ചിലപ്പോൾ ഇപ്പോഴും അത് സംഭവിച്ചേക്കാം. നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ ഈ ഹദീസൊക്കെ ആളുകൾക്ക് അറിയാം. ചിലപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വന്നു, അയാൾക്ക് ഒരു വിവരം ഉണ്ടാവില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നിസ്കാരത്തിനിടയിൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത്രയും അറിവില്ലാത്ത ആളുകൾ ഉണ്ടാകും. അപ്പോൾ തന്നെ എന്താണ് നിസ്കാരത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിക്കുകയല്ല, സലാം വീട്ടി ഉടനെ തന്നെ പള്ളി കമ്മിറ്റിയെ പുറത്താക്കട ഇയാളെ, അതല്ല. മറിച്ച് അയാൾക്ക് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്, അല്ലെ? ഇവിടെ സഹാബത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾക്ക് പറ്റിയ അബദ്ധമാണ്, ഈ വിവരം അറിയാത്തത് കൊണ്ട്. ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ടത് എന്താണ്, അഥവാ ഹുക്മു ശരിയ അറിയാതെ സംസാരിച്ചപ്പോൾ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർജി ഫസല്ലി എന്നുള്ളത് നമ്മൾ മുമ്പ് കേട്ടൊരു ഹദീസിൽ പറഞ്ഞു, പോയി മടക്കി നിസ്കരിക്കണം, അത് പറഞ്ഞിട്ടില്ല. അതല്ല എങ്കിൽ ഒരാൾ, അറിവുള്ള ഒരാൾ, നമ്മളിൽ ഒരാൾ ഇപ്പോൾ സംസാരിച്ചാൽ എന്താ ഹുക്മ്? നമ്മളിൽ ഒരാൾ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ സംസാരിച്ചത്, കാരണം ഇവിടെയുള്ള എല്ലാവരും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഹുക്മ അറിയുന്നവരാണ്. നമ്മളിൽ ഒരാൾ സംസാരിച്ചാൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ശരീഅത്തിന്റെ ഹുക്മ അറിയാതെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിലുള്ള കുറ്റമില്ല എന്നുള്ളതാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ഖാഇദയായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ഒരു കാര്യം ഹറാമാണെന്ന് അറിയില്ല, അങ്ങനെ അയാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് അതിൽ കുറ്റമില്ല എന്നുള്ളതാണ്. ഒരാൾക്കറിയില്ല സിഗരറ്റ് വലിക്കുന്നത് ഹറാമാണ് എന്നൊരാൾക്ക് അറിയില്ല, അയാൾ വിചാരിച്ചു ഇതൊരു ജായിസായ കാര്യമാണ്, തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനുള്ള കുറ്റമില്ല. എന്നിട്ട് ഒരാൾക്ക് വ്യക്തമാക്കി കൊടുത്തു, ഇത് ഹറാമാണ്, ഇത് ലഹരിയുണ്ട്, ഇതിന്റെ വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സ്വന്തം ശരീരത്തിനെ കൊല്ലുന്ന കാര്യമാണ്, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അയാൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ ഹറാമ് ചെയ്തതിന്റെ കുറ്റമുണ്ട്. ഏത് വലിയ തെറ്റാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ്. അത് വിചാരമാകട്ടെ പലിശയാകട്ടെ, ഒരാൾക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല, ഒരാൾക്ക് അറിയുകയില്ല പലിശ എന്നുള്ളത് ഹറാമാണ് എന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അയാൾക്ക് അറിയുകയും ഇല്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റമില്ല. അയാൾക്ക് അതിനുള്ള, ഇനി കഫാറത്ത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കഫാറത്തുമില്ല, പ്രായശ്ചിത്തവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ഖായിദയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് മറവി മൂലമോ അതല്ല എങ്കിൽ ശരീഅത്തിന്റെ ഹുക്ം അറിയാത്തത് കൊണ്ടോ ഒരു ബാത്തിലാകുന്ന ഒരു പ്രവൃത്തി, ഒരു ഇബാദത്തിൽ ചെയ്താൽ അയാൾക്ക് അതിൽ ഉദ്ർ ലഭിക്കപ്പെടും എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരി, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സഹാബത്തിൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് നിസ്കാരത്തിന് മസ്ലഹത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എങ്കിൽ ഇവിടെ ഈ സഹാബി അഥവാ മുആവിയ ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു അദ്ദേഹം സംസാരിച്ചിട്ടുള്ള നിസ്കാരത്തിന് മസ്ലഹത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. ഒന്നാമത് യർഹമുക്കല്ലാഹ് എന്നാണ് പറഞ്ഞത്, രണ്ടാമത് മാ ശഅനുകും തൻദുറൂന ഇലൈ, എന്താണ് നിങ്ങളൊക്കെ എന്നെ നോക്കുന്നത്, ഇത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അതിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ പോലും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുകയില്ല എന്നാണ്
പറയുന്നത്. ഇതാണ് ഈ ഹദീസിൽ വന്ന മറ്റൊരു ഫായിദ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകൾ രണ്ടും ഇങ്ങനെ കോർത്തു പിടിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ കൈകൾ അങ്ങനെ നിസ്കാര ശേഷം കോർത്തു പിടിക്കുക എന്നുള്ളത് അത് തെറ്റായ കാര്യമല്ല എന്നാണ്. എന്നാൽ അതിന് പണ്ഡിതന്മാർ 3ആയി വേർതിരിച്ചത് കാണാൻ സാധിക്കും. കൈകൾ കോർത്തു പിടിക്കുന്നത് ഒന്ന് നിസ്കാരത്തിന് മുമ്പ്, നമ്മൾ വീട്ടിൽ നിന്നും വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ആകട്ടെ, ബാങ്ക് കൊടുത്തതിന് ശേഷം വുളുവൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് കൈകൾ കോർത്തു പിടിക്കുന്നത് അത് പാടില്ല, കറാഹത്താണ് എന്ന് വന്നതായി കാണാൻ സാധിക്കും. കാരണം ചില റിവായത്തിൽ കാണാം, ഒരാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയം മുതൽ അയാൾ നിസ്കാരത്തിലാണ് എന്നുള്ളതാണ്. അയാൾക്ക് അതിനുള്ള കൂലി കൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിസ്കാരത്തിൽ ഇത് വിലക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തിൽ വിലക്കപ്പെട്ട ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് ചില ദുർബലത പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന് മുമ്പും അത് പാടില്ല. അങ്ങനെ മുമ്പും അങ്ങനെ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത് നിസ്കാരത്തിനാണ്, തീരെ പാടില്ലാത്ത കാര്യമാണ്. അവിടെയും കറാഹത്താണ് പണ്ഡിതന്മാർ പറയുന്നത്, തീരെ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ നിസ്കാരത്തിന് ശേഷമാണ്. നിസ്കാരത്തിന് ശേഷം ഒരാൾ ഇങ്ങനെ ആക്കുകയാണ് എങ്കിൽ, കൈകൾ കോർത്തൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് തെറ്റായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നൊരു ഫായിദ നമുക്ക് ലഭിക്കും. ഇനി ഇന്ന് ഒരാള് ഈ ഹദീസ് ഒരു കാര്യം കാണാൻ സാധിക്കും. ചില ആളുകൾ ഉണ്ടായിരുന്നു അവിടെ, അവർ വാതിലിലൂടെ അങ്ങ് പുറത്തു പോയിട്ടുണ്ട്. അവരെ കുറിച്ചിട്ട് പിന്നെ ഒന്നും പറയപ്പെട്ടിട്ടില്ല. അവർ പിന്നീട് നിസ്കരിച്ചോ ഇല്ലേ ഒന്നും പറയപ്പെട്ടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് ഹദീസിൽ അതറിയില്ല. ചിലപ്പോൾ അടുത്ത വക്തിന് വന്നോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ സമയം വന്നിട്ട് അവർ ചിലപ്പോൾ അവർ നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അഥവാ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ധൃതി പിടിച്ചൊക്കെ വേഗം പോകുന്ന ആളുകളുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇവിടെ ചർച്ച വന്നിട്ടുണ്ടാകാം, നിസ്കാരം 3 അല്ലേ നിസ്കരിച്ചുള്ളൂ, അല്ല 2 അല്ലേ നിസ്കരിച്ചുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ തീരുമാനമായി ഉടൻ തന്നെ എഴുന്നേറ്റു, ബാക്കിയുള്ളത് നിസ്കരിച്ചു. അപ്പോൾ പോയ ആളുകൾ പോയി. അപ്പോൾ അവരെ നമുക്കറിയുമെങ്കിൽ നമ്മൾ അടുത്ത വക്തിന് വന്നു കഴിഞ്ഞാൽ പറയണം, നമ്മൾ കഴിഞ്ഞ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ പൂർത്തിയാക്കിയ നിസ്കാരം പൂർണ്ണമായിട്ട്, ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, പൂർണ്ണമായിട്ട് തന്നെ നിസ്കരിക്കണം എന്നത് നമുക്ക് പറയേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് മുസവ്വറാണ്, അഥവാ ചുറ്റും കോമ്പൗണ്ട് ഉള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് വാതിലുള്ളത്, അല്ലെ? അതായത് തുറസായ സ്ഥലമായിരുന്നില്ല, മറിച്ച് അതിന് അന്നത്തെ രൂപത്തിലുള്ള ഈന്തപ്പന ഓല കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ മറച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മസ്ജിദിൽ അബ്വാബുകൾ ഉണ്ടായിരുന്നു, വാതിലുകൾ ഉണ്ടായിരുന്നു, ഒറ്റ വാതിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ധാരാളം വാതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു അത് നല്ലതാണ്, മുസല്ലിങ്ങൾ നിസ്കാരക്കാർക്ക് നല്ലതാണ്. കാരണം എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഏത് ഭാഗത്തിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ ഖിബിലയുടെ ഭാഗത്ത് വാതിൽ വെക്കുന്നത് നല്ലതല്ല. ഖിബിലയുടെ വാതിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആളുകൾ ഇങ്ങനെ വരുന്നത് പ്രയാസമാണ്. അതുപോലെ തന്നെ ഖിബിലയുടെ ഭാഗത്ത് ജനവാതിൽ വെക്കുന്ന സമയത്തും അപ്പുറത്ത് നിസ്കാരത്തിനെ ശുഗലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതും പരമാവധി ഒഴിവാക്കലാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇമാമിന്, ഖത്തീബിന് ഒക്കെ കയറി വരാൻ, അല്ലെങ്കിൽ ഇമാമിന് കയറി വരാനുള്ള ഒരു വാതിൽ ഖിബിലന്റെ ഭാഗത്ത് ആ രൂപത്തിൽ മാത്രം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നല്ലതാണ്, അത് അഫ്ളലാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയും. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇല്ല, എന്നാൽ നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും പല മസ്ജിദുകളിലും ഉണ്ട്. അഥവാ ഖത്തീബിനൊക്കെ നേരെ മെമ്പറിലേക്ക് കയറാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. കാരണം ആളുകൾ ചാടിക്കിടക്കുന്ന ഒരു പ്രയാസം ഇല്ല. കാരണം ഖത്തീബ് ഏറ്റവും അവസാനം വരേണ്ട ആളാണ്, അതാണ് സുന്നത്ത്, നേരത്തെ വരാൻ പാടില്ല. അപ്പോൾ അവസാനം വരുമ്പോൾ ഇവിടെ സഫൊക്കെ പൂർത്തിയായാൽ ഇങ്ങനെ ചാടി കടന്നിട്ട് വരണം. എന്നാൽ ഇവിടെ വാതിലുണ്ടെങ്കിൽ നേരെ വരാം. ഇനി ഇമാമത്ത് നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇമാം വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് പൊതുവെ വരിക. എന്നിട്ട് ഇവിടെ വന്നിട്ട് സമയമുണ്ടെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ പൊതുവെ മസ്ജിദുകൾ കാണാറുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് അഫ്ളലാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീടൊരു ഫായിദ, നമുക്ക് ഒരുപാട് ഫായിദ ഉണ്ട് ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് ബാക്കി ഫവായിദ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. ഒരുപാടുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ ഒരു ഹദീസും നമുക്ക് ബാക്കിയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി ഫവായിദും അടുത്ത ഹദീസും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാബു സുജൂദി സഹവിലുള്ള ഖുലാസ, എപ്പോഴാണ് നിസ്കാരം അത് മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പേ തന്നെ 2 റക്അത്ത് രണ്ട് സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ശേഷം ചെയ്യേണ്ടത്, അതുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.